ഹലോ, എല്ലാവരുടെ വീടുകളിലും ഇതുപോലെയുള്ള ഫ്യൂസ് ആയിട്ടുള്ള ബൾബുകൾ എന്തായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബൾബുകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണെന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബൾബുകളൊക്കെ നിങ്ങൾ എന്തായിട്ട് ഹരിതകർമ്മസേനയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ആ ഒരു ബൾബുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ ഒരു ബൾബ് എടുത്തിട്ട് അതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൂടി അതിൽ നിന്ന് ഊരി കിട്ടും കേട്ടോ. ഇനി ഞാനിതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. മറ്റ് രണ്ട് ബൾബുകളിൽ ഒരെണ്ണത്തിൽ നീലയും ഒരെണ്ണത്തിൽ ചുവപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ വശത്ത് മുഴുവനായിട്ട് തന്നെ ആ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ചില കളറുകൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ പൊന്തി കാണാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടെ കളർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശത്ത് ഒന്നും കൂടെ ഒന്ന് കളർ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉൾവശത്താണ് കളർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ ക്രാഫ്റ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കുകളൊക്കെ പോയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആ ബൾബിൻ്റെ ബാക്കി ഭാഗത്ത് ഞാനിതാ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കൊടുത്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു മരക്കഷ്ണമാണ് കേട്ടോ വേണ്ടത്. അപ്പം മരത്തടികളൊക്കെ എന്തായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും. വിറക് എത്തിക്കുന്നവരാണെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ലൊരു ഭംഗിയുള്ള ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരക്കഷ്ണം മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൂതൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി എടുത്തേക്കാണത്. ഇനി നമുക്കിതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളറ് അക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ആ ഒരു കളർ ഈ ഒരു മരക്കഷ്ണത്തുമ്മൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ഇല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഗ്രീൻ കളർ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ ഒരു വൈറ്റ് കളർ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂണിൻ്റെ ആകൃതിയിലാണ് നമ്മളിതൊന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പല പല ഇടങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ കുത്തുകളുമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടെ വലിപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു മീഡിയം ലെവലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ബാക്കി മൂന്നെണ്ണത്തുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് 25 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു 2 എണ്ണം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കുന്ന അതേ തുല്യ അളവിൽ തന്നെ ആയിരിക്കണം അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതാ ഇവിടെ ക്ലേ കിട്ടിയിട്ടുണ്ട്. ഇനി ബൾബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ക്ലേ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് മുകൾ വശത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബൾബിൻ്റെ മൂടി ഭാഗമല്ലേ അത് നമുക്കിത് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വല്ല ഷോ പീസായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു മരത്തടിയുമിലാണ് ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ആ ഒരു മരത്തടി ഇതാ ഞാൻ വെയിലത്തൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാനിതാ ആ ഒരു ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലേ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ വെക്കേണ്ട ഓരോ സ്ഥലങ്ങളിലായിട്ട് ആ ഒരു ക്ലേ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഈ ഒരു ബൾബുകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2 എണ്ണം അടുപ്പിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് കുറച്ചും കൂടെ വിട്ടിട്ട് വെക്കണതാണെന്ന്. അപ്പോൾ ഞാനത് പിന്നെ എടുത്തതിന് ശേഷം ഒരെണ്ണം മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത് രണ്ടും കൂടി ഒരുമിച്ചായിട്ട് രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ അതിൻ്റെ ബാക്കിലോട്ടാക്കിയിട്ടാണ് അതൊന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് സമയത്തിനുള്ള നന്നായിട്ട് ഉണങ്ങി കിട്ടും അത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ആകെ ഇതിലും ചിലവ് വരുന്നത് ആ അക്രിലിക്കിൻ്റെ പെയിൻറ്റ് മാത്രമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.